ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള കാൽക്കുലേറ്റർ ഫ്ലട്ടറിൽ എങ്ങനെ ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആപ്പ് ബാർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആപ്പ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ ബാറാണ്, അതായത് ടൈറ്റിൽസ്, ടൂൾ ബാർ, വിഡ്ജറ്റ്സ് ഒക്കെ വിഷ്വലി ഡിസ്പ്ലേ ചെയ്യുന്നത് അതിനകത്താണ്. അപ്പോൾ അതിലാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. ടൈറ്റിൽ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റർ എന്നാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഔട്ട്പുട്ടായിട്ട് കാണാൻ സാധിക്കും, ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിനകത്ത് കാൽക്കുലേറ്ററിന്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി കൊടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു. ബ്ലാക്ക് എന്നാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ബോഡി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും കാൽക്കുലേറ്റർ അതിലുള്ള നമ്പേഴ്സും സിമ്പിൾസും ഒക്കെ റോ ആൻഡ് കോളം ബേസ്ഡ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പാഡിങ്ങിനടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ പാഡിങ് എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് സിമെട്രിക് ഹൊറിസോണ്ടൽ 5 എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ 5-ന് പകരം വേറെ ഏതെങ്കിലും നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമ്മളൊരു ചൈൽഡ് കൊടുക്കുകയാണ് ബോഡിക്കകത്ത്. ചൈൽഡ് ഫസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു കോളമാണ്. അത് കഴിഞ്ഞ് ഈ കോളത്തിന് നമ്മൾ അലൈൻമെൻറ്റ് കൊടുക്കുകയാണ്. നമ്മൾ ഏറ്റവും എൻഡിലോട്ടാണ് കൊടുക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ എൻഡിലോട്ട്. അതുകൊണ്ടാണ് മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് എൻഡ് എന്ന് കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മളൊരു ചിൽഡ്രൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് റോ കൊടുക്കുകയാണ്. അതും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളൊരു ചിൽഡ്രൻ കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനകത്ത് നമ്മൾ വീണ്ടും ഒരു പാഡിങ് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് ഒക്കെ ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഡിങ് കൊടുക്കുന്നത്. അതും 10 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് വീണ്ടും ഒരു ചൈൽഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു 0 എന്നിട്ട് കൊടുക്കുകയാണ്, ഡബിൾ കോട്ട്സിനകത്ത്. അത് നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ ടെക്സ്റ്റിനെ നമ്മൾ വീണ്ടും അലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ അലൈൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ടെക്സ്റ്റിന് നമ്മൾ സ്റ്റൈലും കൂടി ഇട്ടിട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ കൊടുക്കുന്നത് ടെക്സ്റ്റ് സ്റ്റൈല്, കളറും ഫോണ്ട് സൈസുമാണ്. അപ്പം നമ്മൾ കളറ് വൈറ്റ് ആയിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മാറ്റി കൊടുക്കാം കേട്ടോ. ഫോണ്ട് സൈസ് നമ്മളിവിടെ കൊടുക്കുന്നത് ജസ്റ്റ് 80 ആണ് കൊടുക്കുന്നത്. കുറച്ച് വലുതായിട്ടായിരിക്കും കാണാം. നമുക്ക് ഔട്ട്പുട്ട് സേവ് ചെയ്ത് ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ കാണാൻ പറ്റും ആ വൈറ്റ് കളറിൽ 0. അതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു ബട്ടൺ വിഡ്ജറ്റാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ വിഡ്ജറ്റിന് നമ്മളിവിടെ പേരിട്ട് കൊടുക്കുന്നത് നമ്പട്ടൺ എന്നാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പേരിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് 3 സംഭവങ്ങളാണുള്ളത്. BTN ടെക്സ്റ്റ്, അതായത് നമ്പേഴ്സിൻ്റെ സിമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കളർ വരുന്നത് 2 ടൈപ്പ്, 2 എണ്ണമാണ്. BTN കളർ തരുന്നത് ബട്ടണിൻ്റെ കളറും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ഇല്ലേ അതിൻ്റെ കളറും. അതാണ് കളർ, ടെക്സ്റ്റ് കളർ എന്നും കൂടെ വന്നിട്ടുള്ളത്. ഈ ബട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്ട്രിങ് BTN ടെക്സ്റ്റ് എന്ന് പറയാനുള്ള റീസൺ. അത് കഴിഞ്ഞ് നമ്മൾ എലവേറ്റഡ് ബട്ടൺ റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഓൺ പ്രസ്ഡും ചൈൽഡും വരുന്നത്. അപ്പോൾ ഈ ഓൺ പ്രസ്ഡിൻ്റെ അവിടെ നമ്മൾ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല, നല്ലായിട്ട് കൊടുക്കുകയാണ്. ചൈൽഡിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു BTN ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ BTN ടെക്സ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൈൽ കൂടെ കൊടുക്കുകയാണ്, ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ഫോണ്ട് സൈസാണ് കൊടുക്കുന്നത്. ഫോണ്ട് സൈസ് 25 കൊടുക്കുകയാണ്, അത് ചെറുതായിട്ട് കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് കളർ കൊടുക്കുകയാണ്. കളർ നമ്മൾ ടെക്സ്റ്റ് കളർ എന്നാണ് കൊടുക്കുന്നത്. കാരണം എവിടെ നമ്മൾ നമ്പർ ബട്ടൺ ക്രിയേറ്റ് ആകുമ്പോഴത്തേക്കും അത് മേളിൽ നിന്ന് ഇവിടേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ എലവേറ്റഡ് ബട്ടൺ ഇല്ല, അതിന് നമ്മളൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എലവേറ്റഡ് ബട്ടൺ ഡോട്ട് സ്റ്റൈൽ ഫ്രം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മളവിടെ ഒരു ഫിക്സഡ് സൈസ് കൊടുക്കുവാണ്. ആ ഫിക്സഡ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 70 ആണ്. നിങ്ങൾക്ക് മാറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഔട്ട്പുട്ടൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഷേപ്പ് കൊടുക്കുകയാണ്. ഷേപ്പ് നമ്മളിവിടെ കൊടുക്കുന്നത് സർക്കിൾ ബോർഡർ എന്നാണ്. നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ അടുത്ത് നോക്കുമ്പോൾ കാണാം ജസ്റ്റ് റൗണ്ട് ആയിട്ടുള്ളത്, അതിന് കറക്റ്റ് ഷേപ്പായിട്ട് സർക്കിൾ ബോർഡർ എന്നാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പ്രൈമറി ആയിട്ട് നമ്മൾ BTN കളർ കൊടുക്കുകയാണ്. അതങ്ങനെ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ നമ്മൾ വിഡ്ജറ്റ് നമ്പട്ടൺ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പോൾ അവിടെ പാസ് ചെയ്യുന്ന സെയിം സാധനം ഇവിടേക്ക് വരിക ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബോഡിക്ക് താഴെ നമ്മളൊരു റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് നമ്മൾ ഈവൻലിയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 3 നമ്പർ വിഡ്ജറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ചിൽഡ്രൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് നമ്പട്ടൺ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി ആയിട്ട് BTN ടെക്സ്റ്റ്, BTN കളർ, ടെക്സ്റ്റ് കളറൊക്കെ വരുന്നത്.
അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് സി എന്നാ കാണിക്കാൻ പറ്റുക നമുക്ക് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ സി കൊടുക്കുവാണ് ബട്ടൺ ടെക്സ്റ്റിൻ്റെ അവിടെ. അത് കഴിഞ്ഞ് കളറിൻ്റെ അവിടെ നമ്മൾ ഗ്രേ ആണ് കൊടുത്തു നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് കളറിൻ്റെ അവിടെ വൈറ്റും ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾ ആക്ച്വലി കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അത് കഴിഞ്ഞ് നമ്മൾ ബട്ടൺ ടെക്സ്റ്റിൻ്റെ അവിടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറൻസും അതുപോലെ തന്നെ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള കളേഴ്സും അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മളിത് സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും ഫസ്റ്റ് സി വരുന്നത്. അത് കഴിഞ്ഞ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറൻസും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കുകയാണ്, ഹൈറ്റ് 10 എന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മളിപ്പം ചെയ്യുന്ന സമയത്ത് ഇപ്പം വന്നിട്ടുള്ള ആ റോനെ കുറച്ചുകൂടെ പൊങ്ങിയിട്ട്, അതായത് കുറച്ചുകൂടി ഹൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ വീണ്ടും വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്തിടുവാണ്. ആക്ച്വലി ഞാൻ പറയുകയാണ്, നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിടരുത്, നിങ്ങൾ ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് വേണം നോക്കാൻ. അപ്പോഴത്തേക്ക് നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും ഒരു 3 നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിടുവാണ് ആക്ച്വലി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ഒന്നുകൂടി കാണും, പക്ഷേ അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഏറ്റവും താഴെ വരുന്ന 0 എന്ന് പറയുന്നത് രണ്ട് ടെക്സ്റ്റിൻ്റെ വലുപ്പം എടുക്കും. അപ്പോൾ അത് നമ്മൾ വേറെ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സും ഒക്കെ നമ്മൾ അതിൻ്റെ സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് വൈറ്റിൻ്റെ അവിടെ വൈറ്റ്, ഗ്രേൻ്റെ അവിടെ ഗ്രേ ഒന്നുകൂടി ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേ 850 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൂടി ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് വൈറ്റിൻ്റെ അവിടെ വൈറ്റ്, ഓറഞ്ചിൻ്റെ അവിടെ ഓറഞ്ച്, ഏതാണോ പെർട്ടിക്കുലർ കളർ വരുന്നത് ആ കളറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അത് കഴിഞ്ഞ് നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും ഫുൾ എന്താണ് പെർഫെക്റ്റ് കാൽക്കുലേറ്റർ അതുപോലെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലാസ്റ്റ് ഒരു റോ കൂടെ ഉണ്ട്, അത് കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീണ്ടും ഒരു റോ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിൻ്റെ നമ്മൾ ഈവൻലി ആയിട്ട് സ്പേസ് അലക്കേറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിൽ നമ്മളൊരു ചിൽഡ്രൻ വിഡ്ജറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനകത്ത് നമ്മൾ എലവേറ്റഡ് ബട്ടൺ കൊടുക്കുകയാണ്. അവിടെ ഓൺ പ്രസൻറ്റ് എടുത്ത് ആസ് യൂഷ്വൽ നമ്മൾ എംപ്റ്റി ആക്കി ഇടുവാണ്. നെക്സ്റ്റ് നമ്മുടെ ചൈൽഡ് അവിടെയാണ് വരുന്നത്. ചൈൽഡിനകത്ത് നമ്മളൊരു പാഡിങ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എഡ്ജ് ഇൻസെക്ട്സ് ഡോട്ട് ഫ്രം LTRB, അതായത് ലെഫ്റ്റ്, ടോപ്പ്, റൈറ്റ്, ബോട്ടം എന്ന് കൊടുത്തിട്ട് അതിനവിടേക്ക് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 28, 12, 19, 12 എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നമ്പേഴ്സൊക്കെ ഇട്ട് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ചൈൽഡ് വിഡ്ജറ്റിന് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ടെക്സ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ടെക്സ്റ്റിനകത്ത് നമ്മൾ ജസ്റ്റ് ഡബിൾ കോട്ട്സിനകത്ത് 0 എന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ബട്ടൻ്റെ സൈസിൽ വരുന്നത് 0 ആണ്, അതുകൊണ്ടാണ് അതിന് കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഫോൺ സൈസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് 35 ആണ്. കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കളർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കളറ് നമ്മളിവിടെ കൊടുക്കുന്നത് വൈറ്റ് ആണ്. ബട്ടനകത്തുള്ള ആ ഡിജിറ്റ് നമ്പർ വൈറ്റ് ആയതുകൊണ്ടാണ് അതിന് കൊടുത്തത്. ഇപ്പോൾ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്കൊരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിനകത്തൊരു 0 കാണാം. അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലവേറ്റഡ് ബട്ടണിനകത്ത് നമ്മളൊരു സ്റ്റൈല് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഷേപ്പ് അപ്ലൈ ചെയ്യുവാണ്. ഷേപ്പ് നമ്മൾ ജസ്റ്റ് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റേഡിയം ബോർഡർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, കുറച്ചുകൂടി നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൈമറി ആയിട്ട് കളേഴ്സ് കൊടുക്കുവാണ്. ഗ്രേ ആണ് നമ്മൾ കൊടുക്കുന്നത്, കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രേ. അതാണ് ഗ്രേ 850 എന്ന് വരാനുള്ള റീസൺ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പട്ടൺ ഒന്നുകൂടി കൊടുക്കുകയാണ്. BTN ടെക്സ്റ്റ്, BTN കളർ, ടെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്പട്ടന് 2 വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഡോട്ട് ഓപ്പറൻറ്റും അത് കഴിഞ്ഞ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഗ്രേയും അതുപോലെ തന്നെ വൈറ്റും ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു നമ്പട്ടനും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അവിടെ നമ്മൾ BTN ടെക്സ്റ്റിൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത് ഈക്വൽ ടു സിമ്പിളാണ്. അത് കഴിഞ്ഞ് കളറിൻ്റെ അവിടെ BTN കളറിൻ്റെ അവിടെ ഗ്രേയും അതുപോലെ ടെക്സ്റ്റ് കളറിൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത് വൈറ്റും ആണ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഔട്ട്പുട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും കറക്റ്റ് കാൽക്കുലേറ്ററിൽ എന്താണോ അതുപോലെ വന്നിട്ടുണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മുടെ കാൽക്കുലേറ്റർ ബട്ടൺ പ്രസ് ആക്കി കഴിഞ്ഞാൽ ഒന്നും വർക്ക് ആകത്തില്ല, കാരണം നമ്മളിവിടെ ലോജിക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഫസ്റ്റ് വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻറ്റ് ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 0, സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് കൊടുക്കുകയാണ്. റിസൾട്ട് സ്ട്രിങ് എന്നുള്ള രൂപത്തിലാണ് കൊടുക്കുന്നത്. അത് തൽക്കാലം നമ്മൾ നല്ലായിട്ട് വിടുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ടെക്സ്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് കൊടുത്ത 0 ഇല്ലേ, വലുത് വൈറ്റ് വൺ, അവിടെ വാല്യൂ എന്താണ് വരുന്നത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷനാണ്. ഏത് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കാൽക്കുലേഷൻ ഫങ്ഷൻ ചെയ്യുവാണ്. ഇവിടെ നമ്മൾ വോയിഡിനകത്താണ് ചെയ്യുന്നത്, കാരണം നമ്മളിവിടെ പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫംഗ്ഷൻ, കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഫംഗ്ഷനും കൂടെ കോഡ് ചെയ്യുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് ഒരു സ്ട്രിങ് btn ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർഗ്യുമെൻ്റ് കൂടെ കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ നമ്മൾ btn ടെക്സ്റ്റ് ഡബിൾ കോട്ട്സിനകത്ത് C, അതായത് ക്ലിയർ എന്നുള്ളൊരു ബട്ടണാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് വരണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്ന സംഭവം അവിടെ നമ്മൾ ജസ്റ്റ് പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല, എംപ്റ്റി ആയിട്ട് ഇട്ട് കൊടുക്കുവാണ്. ആൻഡ് അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ ജസ്റ്റ് എംപ്റ്റി സ്ട്രിങ് ആയിട്ട് ഇട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 0 എന്നും സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 0 എന്നിവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇഫിന് തൊട്ട് ലൂപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എൽസിഫ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എൽസിഫിനകത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ്, അതായത് ബട്ടൺ ടെക്സ്റ്റിനകത്ത് ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നുള്ളത് എന്നുണ്ടെങ്കിൽ എന്താ വരിക എന്നുള്ളതാണ്. അപ്പം പ്ലസ് കൊടുക്കുവാണ്, അതല്ലെങ്കിൽ പിന്നെ മൈനസ് കൊടുക്കുവാണ്. രണ്ടും നമ്മൾ വര ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സപ്പോസ് പ്ലസ് ആണ് ഓർ മൈനസ് ആണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡബിൾ കോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് btn ടെക്സ്റ്റ് അത് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സാധനം ആയതുകൊണ്ടാണ് എക്സ് എന്ന് ഇട്ട് കൊടുത്തത്. നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ കോഡിനകത്ത് നമ്മൾ സ്റ്റാർ പോലെയുള്ള സിമ്പിളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇത് ഏതെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ഇൻറ്റ് ഡോട്ട് പാസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും അതിന് തൊട്ട് താഴെ റിസൾട്ട് വരുന്നത് ജസ്റ്റ് എംപ്റ്റി ആയിട്ടായിരിക്കും വരുന്നത്. ഓപ്പറേഷൻ, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് btn ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഓപ്പറേഷൻ പ്ലസ് ആണ് മൈനസ് ആണ് ഏത് ഓപ്പറേഷൻ ആണെന്ന് കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്പർ ക്ലിക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് നമ്പർ അവിടെ കാണും. ഫസ്റ്റ് നമ്പർ ക്ലിക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എൽസിഫ് കൂടെ കൊടുക്കുവാണ്. അതിനകത്ത് എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ btn ടെക്സ്റ്റ് ഡബിൾ ഈക്വൽ ടു കോട്ട്സിനകത്ത് ഈക്വൽ ടു എന്നുള്ളൊരു സിമ്പിളാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് സെക്കൻഡ് നമ്പറായിട്ട് ടെക്സ്റ്റ് വേരിയബിളായിട്ട് കൊടുക്കുവാണ്. അത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുവാണ് ഇൻറ്റ് ഡോട്ട് പാഴ്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വീണ്ടും ഇഫ് ഓപ്പറേഷൻസ് കുറച്ചുകൂടി വരുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം, ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഡോട്ട് ടു സ്ട്രിങ് എന്നിട്ടായിരിക്കും. ടു സ്ട്രിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് എററൊന്നും കിട്ടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ ഇഫ് ഓപ്പറേഷൻസ് ഒന്നുകൂടെ നമ്മൾ 3 കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇഫ് ഓപ്പറേഷനിൽ നമ്മൾ മൈനസും, മൂന്നാമത്തെ ഇഫ് ഓപ്പറേഷനകത്ത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനും, നാലാമത്തെ ഇഫ് ഓപ്പറേഷനകത്ത് നമ്മൾ ഡിവിഷനുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ഓപ്പറേഷൻ സ്ട്രിങ്ങിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ എക്സ് ഇട്ട് കൊടുത്തത്, അല്ലാതെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർ സിമ്പിളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത ഫസ്റ്റ് ഇഫില്ലേ, ഫസ്റ്റ് മേലെയുള്ള അതിൻ്റെ എൽസ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. എൽസ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കൊടുക്കുക. റിസൾട്ടിനെ നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ടെക്സ്റ്റിന് ബട്ടൺ ടെക്സ്റ്റിനാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ടു സ്ട്രിങ് മെത്തേഡാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്.
ടു സ്ട്രിങ് മെത്തേഡാണ് എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് എറേഴ്സും കാര്യങ്ങളൊന്നും വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു സ്ട്രിങ് മെത്തേഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ സ്റ്റേറ്റിനെ സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ജസ്റ്റ് എറർ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽസിൻ്റെ അവിടെ നമ്മൾ ബ്രേസ് ബ്രാക്കറ്റ് ഇടാൻ മറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി വരുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റിനെ സെറ്റാക്കുകയാണ്. അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ബ്രേസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. നമ്മൾ ഏറ്റവും കൂടുതൽ എറർ വരുന്ന സംഭവമാണ് ഈ ബ്രേസ് ബ്രാക്കറ്റ്സിനെ കൊണ്ടും സെമിക്കോളൻസിനെ കൊണ്ടിട്ടാവുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ഈക്വൽ ടു റിസൾട്ട് എന്ന് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈറ്റ് ആ 0യും റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് റിസൾട്ടുമാണ്. അപ്പോൾ നമ്മളിപ്പം ഔട്ട്പുട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏത് ബട്ടൺ പ്രസ് ആയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ ആക്ഷൻസൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ വരുത്തിക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ഏറ്റവും മേലെ പോയിട്ട് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അതിന് തൊട്ട് താഴെ നമ്മളൊരു എലവേറ്റഡ് ബട്ടണും റിട്ടേൺ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ഓൺ പ്രസ്ഡ് നമ്മൾ തൽക്കാലം കുറച്ച് മുന്നേ നമ്മൾ ഒന്നും എംപ്റ്റി ആയിട്ടാണ് വെച്ചിരുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റർ BTN ടെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഔട്ട്പുട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബട്ടൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും താഴെ പോയിട്ട് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ബോഡിക്കകത്തില്ലേ ഫസ്റ്റ് റോയിൽ നമ്മൾ ചൈൽഡിൻ്റെ അവിടെ ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റി 0 എന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണും കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഏതാണോ നമ്പർ ഏതാണോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ 2+2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 4 കിട്ടുവാണ്. അത് കഴിഞ്ഞ് ഏത് വാല്യൂസും ഏത് ഓപ്പറൻസ് ഇട്ട് നോക്കിയാലും നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ പെർട്ടിക്കുലർ വാല്യൂസ് കിട്ടും. പക്ഷേ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സെക്കൻഡ് റോയിൽ ലാസ്റ്റ് പെർസെൻറ്റേജ് അല്ല, അത് ചെറിയൊരു മിസ്റ്റേക്കാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. അത് നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസിനായി നമ്മളെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സേവ് ഇറ്റ് ഫോർ ലേറ്റർ. താങ്ക് യു.